രാവിലെ വെച്ചിട്ട് എണിച്ചിട്ടത് ഈ അച്ചാച്ചന്റെയും അപ്പാപ്പന്മാരുടെ ഒക്കെ വർത്താനം കേട്ട് ഇങ്ങനെ ഇരിക്കാനട്ടോ. ഇന്ന് മൂപ്പര് നേരത്തെ എണിച്ചിട്ടാ. പുറത്തച്ഛങ്ങ നല്ല മഴയും. അങ്ങനെ കുറെ നേരം അച്ചാച്ചന്റെ ഒപ്പം മഴയൊക്കെ കണ്ട് അങ്ങനെ ഉമ്മർത്തിരുന്നു കേട്ടോ. അപ്പൊ അമ്മ എന്തേ പണിക്ക് പോണേക്കാൻ മുന്നേ കിച്ചുവിനെ കുളിപ്പിച്ച് തരാന്ന് പറഞ്ഞിട്ട് അമ്മ ഉണ്ണീനെ എടുത്തോട്ടെ. അങ്ങനെ അമ്മയാണെന്ന് കിച്ചുവിനെ കുളിപ്പിക്കാതിരിക്കണേ. അമ്മ ഉണ്ണീനെ കുളിപ്പിക്കുമ്പോഴേക്കും അടുക്കളത്ത് 2 പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം ഒന്നുമില്ല, 2 കുക്കറും പിന്നെ കുറച്ച് കൈലോളും മാത്രമല്ലോ കേട്ടോ. അങ്ങനെ ഞാൻ തരുന്ന കഴുകാണ്. അപ്പോഴേക്കും അമ്മ കിച്ചുവിനെ കുളിപ്പിച്ച് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് പണിക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീടിന്റെ ബെൽറ്റ് വർക്കലാട്ടെന്ന്. അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പൊ കിച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവൻ ഉറങ്ങാതെ തന്നെ അവനെ പിടിച്ചു വെച്ചിട്ട് ഞാൻ കണ്ടും പിരിയൊക്കെ ഒന്ന് എഴുതി കൊടുക്കാട്ടാ. വെറുതെ ഇങ്ങനെ പറ്റണ പോലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് എഴുതി കൊടുത്തുട്ടാ. പിന്നെ ഷടപ്പടേന്നായിരുന്നു ഡ്രസ്സ് മാറ്റിലും എല്ലാതും സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 9 മണി നമ്മളേക്ക് എത്താനായിട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 8:30 നമ്മളേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അച്ഛനും ആദർശനും കൂടിയിട്ടാ പോണേ. അമ്മയില്ല, അമ്മയ്ക്ക് ഇന്ന് പണിയുള്ള കാരണം അമ്മയ്ക്ക് വരാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഞങ്ങളിത് പോവാണ്. എന്നാച്ചെങ്കിൽ നല്ല മഴ ഇടയ്ക്കും തലയ്ക്കായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിച്ചു ദേവന്റെ അച്ഛനെ കണ്ടപ്പോൾ അങ്ങോട്ട് ചാടിയിട്ടാ. അങ്ങനെ നമ്മൾ വേഗം പോവാണ്. അങ്ങനെ നമ്മുടെ വീട് പണി നടക്കുന്നിടത്തേക്ക് എത്തി. പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേ ബെൽറ്റ് വർക്കിലും തുടങ്ങിയിട്ടില്ല. പണിക്കാർ അവിടെ എല്ലാതും സെറ്റ് ആക്കുമായിരുന്നു. അച്ഛനും ആദർശനും കൂടിയിട്ട് തറയുടെ അങ്ങോട്ട് പോയിട്ട് ഞാനും കിച്ചും കൂടിയിട്ട് കാറിലിരുന്നു. കാരണം മഴ പെയ്യ അല്ലെങ്കിൽ കൊതുക് അടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങുന്ന സമയത്തേക്ക് പോകാമെന്ന് വിചാരിച്ചുട്ടാ. അങ്ങനെ ഞാനും കിച്ചും കൂടിയിട്ട് ഇരുന്ന് കളിക്കട്ടെ. കിച്ചുൻ്റെ അടുത്ത് ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെ പിന്നെ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ അപ്പൂൻ്റെ സൗണ്ട് അവൻ കേട്ട് കഴിഞ്ഞു വെച്ചെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. എവിടെന്നോ ആദർശന്റെ സൗണ്ട് കേട്ടപ്പോൾ വേഗം തിരിഞ്ഞു നോക്കിയതാട്ടോ. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങാറായപ്പോൾ ആദർശായിട്ട് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പൊ ഞാനും കിച്ചും കൂടിയിട്ട് ഇറങ്ങാൻ നിൽക്കാണ്. കിച്ചുവിനെ പിന്നെ ആദർശമായിട്ട് എടുത്തുട്ടാ. വീട് പണി എന്നൊക്കെ പറയുന്നത് ഒരു യോഗമാണ് കേട്ടോ. നമ്മുടെ കിച്ചുവിനെയും കൂട്ടിയിട്ട് വീട് പണിയാനാണ് നമ്മുടെ യോഗ കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞ നവംബറിൽ നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ പല കാരണം കൊണ്ടും നമ്മളിങ്ങനെ ലേഗായി. നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച സ്ഥലം തന്നെ നമുക്ക് വേണ്ട വെക്കേണ്ടി വന്നു. അങ്ങനെ രണ്ടാമത് കിച്ചു ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്ഥലം വാങ്ങിച്ചത്. വീട് പണിയുടെ ഓരോ സ്റ്റേജിലും ഇവന്റെ കൈയും കൂടിയും തൊടിയിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എല്ലാതും ദൈവത്തിന്റെ ഓരോ നിമിത്തങ്ങളാണ് കേട്ടോ. അപ്പൊ വീട് പണി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ തറപ്പണിയും പിന്നെ ബെൽറ്റ് വാർപ്പും കഴിഞ്ഞു. ഇനി വേഗം എല്ലാം നടക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ കുറച്ച് നേരം ഞാനും കിച്ചും കൂടിയിട്ട് അവർ പണിയെടുത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇവിടെ നിന്നൂട്ടാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു കടയ്ക്ക് പോയി. നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആരും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് നമ്മളായിട്ട് പണിക്കാർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കണ്ടേ. ഇതുപോലെ ബെൽറ്റ് വാർക്കണേന് കട്ടള വെപ്പിനും വാർപ്പിനും ഒക്കെ നമ്മളാണ് ഫുഡ് അവർക്ക് കൊടുക്കണ്ടേ. അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ കരാർ കൊടുത്ത കാരണം തന്നെ അവരായിട്ട് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം മാനേജ് ചെയ്യുക. അങ്ങനെ നമ്മളിവിടുന്ന് പൊറോട്ടയും നല്ല ചൂട് മീൻകറിയും ഒരു ബീഫ് കറിയും വാങ്ങിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പണിക്കാർക്കുള്ള ഫുഡും കൂടി വാങ്ങിച്ചു. അവർക്ക് ചായ വേണ്ട, 7up മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് 7up അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. എന്താ വെച്ചാൽ നല്ല മഴയായിരുന്നു. പിന്നെ വൈകിട്ടാകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ. അപ്പൊ ഞാനും ആദർശനും ഉണ്ണെ കൂടി ചായ കുടിക്കാണ്. അച്ഛവിടെ വിളക്ക് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.